പെരിയ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷ മരവിപ്പിച്ച CPM നേതാക്കളുടെ ജയിൽ മോചനം ഇന്ന്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികളാണ് മോചിതരാവുക. ജയിലിന് പുറത്തിറങ്ങുന്ന നേതാക്കളെ പാർട്ടി പ്രവർത്തകർ ചേർന്ന് സ്വീകരിക്കും. ഇന്നലെ മോചനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഉത്തരവ് ജയിലിലെത്താൻ വൈകിയതാണ് നടപടി നീളാൻ കാരണം. വിശദാംശങ്ങളുമായി ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെയും മുതിർന്ന നേതാക്കളടക്കം പലരും ജയിലിൽ കാത്തുനിന്നു. പക്ഷെ ഉത്തരവ് വരാൻ വൈകി. ഇന്നാണ് അവർ പുറത്തിറങ്ങുക. എപ്പോഴത്തേക്കാണ് നടപടി ഉണ്ടാവുക? സ്വീകരണം ഏത് തരത്തിലായിരിക്കും പാർട്ടി ഒരുക്കിയിട്ടുള്ളത്? ഏതാണ്ട് 10 മണിയോട് കൂടി തന്നെ ഈ 4 CPM നേതാക്കളും പുറത്തിറങ്ങുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഇന്നലെ ഈ ഉത്തരവ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയിരുന്നില്ല. ഇന്നേതായാലും ആ ഉത്തരവ് എത്തും. അതുകൊണ്ട് തന്നെ 10 മണിക്ക് തന്നെ ഈ നേതാക്കളൊക്കെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ സ്വീകരണം ഒരുക്കുന്നുണ്ട് CPM. ഈ പ്രതികൾ ജയിലിലേക്ക് പോയ സമയത്ത് നമ്മൾ കണ്ടതാണ്. P. ജയരാജൻ അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തുകയും CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോട് കൂടിയാണ് ഈ പ്രവർത്തകരെ ജയിലിനുള്ളിലേക്ക് നേതാക്കളെ അയച്ചത്. അതുകൊണ്ട് സമാനമായ രീതിയിൽ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും എത്തുന്ന പ്രവർത്തകരുണ്ടാകും. ഒപ്പം തന്നെ CPM-ൻ്റെ ജില്ലാ നേതാക്കളൊക്കെ അടങ്ങുന്ന സംഘമായിരിക്കും ഈ ജയിൽ മോചിതരാകുന്ന ഈ നേതാക്കളെ സ്വീകരിക്കുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇന്നലെയാണ് ഈ ശിക്ഷ മരവിപ്പിച്ച തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. ആ ഹൈക്കോടതി ഉത്തരവ് CBI കോടതിയിലെത്തിയ CBI കോടതിയിൽ നിന്നും അക്കാര്യം കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയ മാത്രമാണ് ഇവർക്ക് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുക. നമുക്കറിയാം, 4 നേതാക്കൾ KV കുഞ്ഞിരാമൻ, K. മണികണ്ഠൻ, KV ഭാസ്കരനൊപ്പം തന്നെ രാഘവൻ വെളുത്തുള്ളി, ഈ 4 പേരാണ് 10 മണിയോട് കൂടി തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങുക. 5 ദിവസത്തെ ജയിൽവാസമാണ് അവർക്കുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ അവർ അപേക്ഷ സമർപ്പിക്കുകയും ആ ഹർജിയിൽ ഹൈക്കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തത്. ഏതായാലും വലിയ സ്വീകരണം അതൊരുക്കാൻ തന്നെയാണ് CPM-ൻ്റെ തീരുമാനം. കാസർഗോഡ് വലിയ സ്വീകരണം ഉണ്ടാവില്ല, കണ്ണൂരായിരിക്കും. കാസർഗോഡ് നിന്നുള്ള CPM-ൻ്റെ നേതാക്കളും പ്രവർത്തകരും ഒരുപക്ഷെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അടക്കം ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുൻപിൽ ഈ 4 നേതാക്കളെയും സ്വീകരിക്കാൻ വലിയ പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി ഫെലിക്സ്, ഏതായാലും ഈ ശിക്ഷ മരവിപ്പിക്കൽ ഉണ്ടായതിനെ തുടർന്ന് ഇനി ഇവർക്ക് പുറത്തിറങ്ങാനാവും. ഈ കേസ് ഇല്ലാതാവുന്നില്ല. അപ്പോഴും ഇവർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടുക തന്നെ വേണം. പക്ഷെ ജാമ്യത്തിൽ ഈ കേസ് എന്താകുമോ അതുവരെ തുടരാൻ കഴിയുമെന്നതാണ് അല്ലേ ഫെലിക്സ്? തീർച്ചയായിട്ടും അതാണ്. അതായത് ഈ 4 പേർക്കും 5 വർഷത്തെ തടവാണ് ഹൈക്കോടതി CBI കോടതി വിധിച്ചത്. അതിനെതിരെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. 5 വർഷത്തെ തടവായതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് ഹൈക്കോടതി ഈ ശിക്ഷ മരവിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ശിക്ഷ മരവിപ്പിച്ചപ്പോൾ ജാമ്യം ലഭിച്ചു. ആ ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പുറത്തിറങ്ങുന്നത്. പക്ഷേ കേസ് മുന്നോട്ട് തന്നെ പോകും. പ്രത്യേകിച്ചും ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബം വ്യക്തമാക്കുന്നത് ഈ ഹൈക്കോടതി വിധിക്കെതിരെയും ഒപ്പം തന്നെ 10 പ്രതികളെ വെറുതെ വിട്ട തീരുമാനത്തിനെതിരെയും അപ്പീൽ സമർപ്പിക്കുമെന്നാണ്. അപ്പോൾ ആ നടപടിക്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകും. ഏതായാലും ഈ CPM നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക ആശ്വാസമാണ് ഹൈക്കോടതിയുടെ വിധി എന്നത്. കാരണം അവർക്ക് ഇപ്പോൾ ശിക്ഷ മരവിപ്പിച്ച പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങാൻ കഴിയുന്നു എന്നതാണ്. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. ഏതായാലും 4 നേതാക്കൾ ഏതാണ്ട് 10 മണിയോട് കൂടി തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഏതായാലും നമ്മൾ നേരത്തെ കണ്ട ചില കാഴ്ചകളുണ്ട്. അതായത് ഈ 4 നേതാക്കൾ ജയിലിനുള്ളിലേക്ക് പോയപ്പോൾ P. ജയരാജൻ എത്തുകയും CPM പ്രവർത്തകരുടെ എത്തുകയും അവർക്ക് മുദ്രാവാക്യം വിളിക്കുകയും P. ജയരാജൻ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജയിലിനുള്ളിൽ പോയി പുസ്തകം സമ്മാനിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്നലെ ഈ ഹൈക്കോടതിയുടെ വിധി വന്നതിന് തൊട്ടു പിന്നാലെ PK ശ്രീമതിയും PP ദിവ്യയും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി മുഴുവൻ പ്രതികളെയും കണ്ടിരുന്നു. മനുഷ്യത്വപരമായ ഒരു സന്ദർശനം എന്നതാണ് PK ശ്രീമതി വ്യക്തമാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്നും കൂടുതൽ CPM നേതാക്കൾ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. അവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇവർക്ക് ഈ 4 നേതാക്കൾക്കും സ്വീകരണം ഒരുക്കുക.